നമസ്കാരം. ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂരപീഡനമെന്ന് വെളിപ്പെടുത്തൽ. അതുല്യ മരിക്കുന്നതിന് മുൻപ് സുഹൃത്തിന് അയച്ച സന്ദേശത്തിലാണ് സതീഷിന്റെ ക്രൂരതകൾ തുറന്നു പറയുന്നത്. തന്നെ അയാൾ ചവിട്ടിക്കൂട്ടി, ജീവിക്കാൻ പറ്റുന്നില്ലെന്നും സുഹൃത്തിനയച്ച സന്ദേശം ചില സൂചനകൾ നൽകുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാനാകുന്നില്ലെന്നും അതുല്യ ഫോൺ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ പിന്നീട് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതുല്യയുടേത് കൊലപാതകമാകാൻ സാധ്യതയേറെയാണ്. കൊല്ലത്ത് നിന്നുള്ള വിഭജികയുടെ ഷാർജയിലെ മരണം ദുരൂഹമായി തുടരുകയാണ്. ഇതിനിടയിലാണ് അതുല്യയും മരിക്കുന്നത്. രണ്ടും ഭർത്തൃപീഡനത്തിന്റെ കൊടും ക്രൂരതയായി മാറുകയാണ്. ചവറ തെക്കും ഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖറിനെ ഷാർജയിലെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. താഴെ കിടക്കുമ്പോൾ ചവിട്ടിക്കൂട്ടി, സഹിക്കാൻ വയ്യ, അനങ്ങാൻ വയ്യ, വയറിലെല്ലാം ചവിട്ടി. ഇത്രയെല്ലാം കാണിച്ചിട്ടും അയാളുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ്. പറ്റുന്നില്ലടി, ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ല, കരഞ്ഞുകൊണ്ട് ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നു. ഈ സന്ദേശം അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അതുല്യയുടെ കല്യാണത്തിന് ശേഷം വൈകാതെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷിന്റെ ഭാഗത്തു നിന്ന് ക്രൂരപീഡനം നേരിടേണ്ടി വന്നെന്നും ആ ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും അതുല്യയുടെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. 48 പവൻ സ്വർണം നൽകിയായിരുന്നു അതുല്യയുടെ വിവാഹം. സതീഷിന് നൽകിയതുൾപ്പെടെ 50 പവനിലധികം വീട്ടുകാർ നൽകി. ഈ സ്വർണമെല്ലാം സതീഷ് നശിപ്പിച്ചെന്നും സൂചനയുണ്ട്. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സതീഷ് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നും അതുല്യയുടെ അയൽക്കാരി ബേബി പറഞ്ഞു. അവസാനം നാട്ടിൽ വന്നപ്പോഴും ഏറ്റ ക്രൂര ഉപദ്രവങ്ങളെക്കുറിച്ച് അതുല്യ തന്നോട് പറഞ്ഞതായും ബേബി പറഞ്ഞു. കടുത്ത മദ്യപാനിയാണ് സതീഷ്. ബന്ധം ഉപേക്ഷിക്കാൻ നിരവധി തവണ അതുല്യയോട് പറഞ്ഞിരുന്നതായും അവർ അറിയിച്ചു. ഓരോ തവണ പ്രശ്നമുണ്ടാക്കുമ്പോഴും സതീഷ് അതുല്യയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമെന്നും അവർ പറയുന്നു. വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിലും 2 കൗൺസിലിംഗിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പിന് ഒപ്പിടുകയായിരുന്നു. വീട്ടുകാരെ അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വരികയും അതുല്യയെ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. ഇതിനുശേഷവും പീഡനങ്ങൾ തുടർന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാണ് അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചത്. സംശയരോഗിയായിരുന്ന സതീഷ് മകളെ ജോലിക്ക് പോകാനും സമ്മതിച്ചിരുന്നില്ല. വിവാഹബന്ധം വേർപെടുത്തിയാൽ സമാധാനമായി ജീവിക്കാൻ വീടില്ലെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, സംഭവം കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, മകൾക്ക് നീതി കിട്ടണമെന്നും അതുല്യയുടെ അമ്മ പറയുന്നു. ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനിലും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും കുടുംബം സംഭവ വിവരം അറിയിച്ചിട്ടുണ്ട്. കൊലപാതക കുറ്റം ചുമത്തി പോലീസ് സതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. 1 വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു അതുല്യ. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയർ സതീഷ് ശങ്കറിന്റെ ഭാര്യയാണ്. ദമ്പതിമാരുടെ ഏക മകൾ ആരാധിക നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് കുട്ടി പഠിക്കുന്നത്. 12 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. 2 വർഷം മുമ്പ് അതുല്യ UAE-യിലെത്തി. ഇവരുടെ സഹോദരിയും ഭർത്താവും ഷാർജയിലുണ്ട്. മരിക്കുന്നതിന് തലേന്ന് രാത്രി സഹോദരിയെ സന്ദർശിച്ച് ജോലി ലഭിച്ച വിവരം പങ്കുവച്ച് മടങ്ങിയതാണ് അതുല്യ. രാവിലെയാണ് മരണവാർത്ത അറിയുന്നത്. പുലർച്ചെ 3-ഓടെ അജ്മാനിൽ നിന്ന് ഫ്ളാറ്റിലെത്തിയ ഭർത്താവാണ് ഷാർജ പോലീസിൽ മരണവിവരം അറിയിച്ചത്. ജോലി കിട്ടിയതുകൊണ്ട് തന്നെ അതുല്യ സന്തോഷത്തിലായിരുന്നു. ഇതും കൊലപാതകത്തിനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൻ്റെ മകൾക്ക് ആരുമില്ലെന്ന ചിന്തയും അതുല്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മകളെക്കുറിച്ച് സതീഷ് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല.